വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പി ബ്ലോക്ക് എലിമെൻറ്റ്സ്, അതായത് 15th ഗ്രൂപ്പ് എലിമെൻറ്റ്സുകൾ, അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ പറഞ്ഞ ഇത്രയുമാണ്. 15th ഗ്രൂപ്പ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി അല്ലേ, ആൻഡ് ബിസ്മത്താണ് നമ്മൾ പഠിച്ചത്. ഇതിൽ നമ്മൾ അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടികളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാനിവിടെ പറഞ്ഞതാണ്. നൈട്രജൻ ഈസ് എക്സ്ട്രീംലി ഇനർട്ട് എന്നുള്ളത്. വൈ നൈട്രജൻ ഈസ് എക്സ്ട്രീംലി ഇനർട്ട്? ബിക്കോസ് in two molecules, two nitrogen atoms are in a triple bond between them. നൈട്രജൻ മോളിക്യൂൾസിനകത്ത് രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ട്രിപ്പിൾ ബോണ്ടാണ്. ഹൈ ഡിസോസിയേഷൻ എനർജീസ് നീഡഡ് അല്ലേ ഫോർ ബ്രേക്കിംഗ് ഓഫ് ദ ടു മോളിക്യൂൾ. നമുക്കടുത്ത് പഠിക്കേണ്ടത് വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസിങ് ടു പ്രിപ്പയർ നൈട്രജൻ. നൈട്രജൻ എന്ന് പറയുന്ന വാതകം അല്ലെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് നിർമ്മിക്കാം? ദ നൈട്രജൻ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഡാനിയൽ റൂതർഫോർഡ്. നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റൂതർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ്. ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് നൈട്രജൻ. നമുക്ക് ലബോറട്ടറിയിൽ നമുക്ക് നൈട്രജൻ നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിലെ 78%, അതായത് നമ്മുടെ അന്തരീക്ഷത്തെ വായുവിലെ 78% നൈട്രജനാണ്. പക്ഷെ നമുക്കത് ലബോറട്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ദ അമോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് സോഡിയം നൈട്രൈറ്റ്. നോക്കൂ, NH4Cl പ്ലസ് NaNO2. Ammonium chloride react with sodium nitrite, we get nitrogen plus water and sodium chloride will be formed. This is the first method for the preparation of nitrogen. Nitrogen is prepared in the laboratory by the reaction between ammonium chloride and sodium nitrate. Ammonium chloride react with sodium nitrate, get nitrogen, water and sodium chloride. The another reagent for the manufacturing of nitrogen is for the decomposition of ammonium dichromate, NH4 twice Cr2O7, ammonium dichromate. The ammonium dichromate എന്ന് പറയുന്ന വസ്തുവിനെ ഹീറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നു? നൈട്രജൻ പ്ലസ് 4H2O പ്ലസ് Cr2O. These are the two methods for the laboratory preparation of nitrogen. In the laboratory, it will be prepared by first by the reaction between ammonium chloride and sodium nitrate. The ammonium chloride react with the sodium nitrite, we get nitrogen gas will be evolved. Or by the decomposition of ammonium dichromate, we get nitrogen. These are the two methods for the preparation of nitrogen in the laboratory. But industrially, it will be manufactured by the fractional distillation of liquid air. നമുക്ക് ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ നൈട്രജൻ നിർമ്മിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്നു, ലിക്വിഫൈ ചെയ്യപ്പെട്ട എയറിന്. കാരണം എന്ന് പറയുന്നത് ദ എയർ കണ്ടെയ്ൻ 78% നൈട്രജൻ ആൻഡ് 21% ഓക്സിജൻ. യു നോ ദാറ്റ്. ബാക്കി ട്രേസസ് ഓഫ് എമൗണ്ടേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ലിക്വേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ എയറിനെ നമ്മൾ ലിക്വിഫൈ ചെയ്ത ശേഷം നമ്മൾ അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിൽ ചെയ്താൽ മതിയാകും. കാരണം the air contains the most important elements are nitrogen and oxygen, and the boiling points of nitrogen is 77 Kelvin. നൈട്രജൻ്റെ 77 കെൽവിനാണ്, ഓക്സിജൻ്റെ ആണെങ്കിൽ 90 കെൽവിനാണ്. ദാറ്റ് മീൻസ് ദ ബോയിലിംഗ് പോയിന്റ് വിൽ ബി ലാർജ് ഡിഫറൻസ് ഇൻ ദം ഇൻ നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്സിജനും നൈട്രജൻ്റെയും ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഔട്ട് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. സോ ഇൻഡസ്ട്രിയലി നൈട്രജൻ ഈസ് മാനുഫാക്ചർഡ് ബൈ ദ fractional distillation of liquid air. We know that the liquid air contains 78% nitrogen and 21% oxygen. So it can be liquefied and there on fractional distilled. The boiling point difference between nitrogen and oxygen is high, so they can be separated by fractional distillation.
ദീസ് ആർ ദ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രജൻ. ഓക്കെ, ഇത് നമ്മൾ 2 ലാബോറട്ടറി പ്രിപ്പറേഷനാണ് പഠിച്ചത്. ലാബോറട്ടറി നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അമോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് സോഡിയം നൈട്രേറ്റ് or by the decomposition of ammonium dichromate NH4 നൈട്രജൻ എന്ന് പറയുന്ന എലിമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികളെ കുറിച്ച് നമുക്ക് നോക്കിയാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. നൈട്രജൻ ഈസ് എ കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസ്. നിറമില്ല, ഗന്ധമില്ല, രുചിയില്ല ഉള്ള ഒരു ഗ്യാസാണ് നൈട്രജൻ. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലൈറ്റർ ദാൻ എയർ. എയറിനേക്കാൾ അല്പം വെയിറ്റ് കുറവാണിതിന്. ആൻഡ് ഇറ്റ് ഈസ് നൈതർ കമ്പസ്റ്റബിൾ നോർ സപ്പോർട്ട് ഓഫ് കമ്പൽഷൻ നോട്ട് ദ പോയിന്റ്. ഇത് കത്തുകയോ കത്താൻ സഹായിക്കുകയോ ചെയ്യുന്ന വാതകമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ നോൺ പോയിസണസ് ഗ്യാസ് ആൻഡ് ദ നൈട്രജൻസ് എക്സിസ്റ്റ് ഇൻ 2 ഐസോടോപ്പിക് ഫോം. They are the nitrogen and ഐസോടോപ്പുകളാണ് N714 ആൻഡ് N750. നൈട്രജന് 2 ഐസോടോപ്പുകൾ, ഒന്ന് N714 എന്ന് പറയുന്ന അവസ്ഥയിലും മറ്റൊന്ന് N715 എന്ന് പറയുന്ന 2 ഐസോടോപ്പുകളായിട്ട് നൈട്രജൻ നേച്ചറിൽ കണ്ടുവരുന്നുണ്ട്. Then their chemical പ്രോപ്പർട്ടികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടികളിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. അറ്റ് ഓർഡിനറി ടെമ്പറേച്ചർ നൈട്രജൻ ഈസ് ക്വൈറ്റ് ഇനർട്ട്. വൈ ഇൻ ഓർഡിനറി ടെമ്പറേച്ചർ? ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രജൻ ഈസ് ഇനർട്ട് ബിക്കോസ് ഈ നൈട്രജൻ മോളിക്യൂൾസ് ടു നൈട്രജൻ ആറ്റംസ് ആർ ഇൻ എ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ ദ, അതായത് നൈട്രജൻ മോളിക്യൂൾസിനകത്ത് 2 നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ഹൈ ഡിസോസിയേഷൻ എനർജിയാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് കെമിക്കലി ഇനർട്ടാണ്. ബട്ട് നൈട്രജൻ അറ്റ് എ ഡ്രാസ്റ്റിക് കണ്ടീഷൻ, നമ്മുടെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ തന്നെ പ്രഷറോ മറ്റുള്ള സാഹചര്യങ്ങളിലോ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നൈട്രജൻ മെറ്റൽസുമായിട്ടും നോൺ മെറ്റലുമായിട്ടെല്ലാം റിയാക്ട് ചെയ്യുന്നു. ഇതാണ് പറഞ്ഞ ദാറ്റ് റിയാക്ട് ടു മെറ്റൽസ്. നമുക്ക് ലിഥിയം 6Li ഹൈലി റിയാക്റ്റീവ് മെറ്റലായ ലിഥിയം റിയാക്ട് വിത്ത് നൈട്രജൻ. ലിഥിയം എന്ന് പറയുന്നത് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് 2Li3n ലിഥിയം നൈട്രൈഡ് ആയിട്ട് മാറും. സോ at a drastic condition nitrogen react with highly reactive metals to form the compound is called nitride. Example, lithium react with nitrogen to form lithium nitride. അതേപോലെ തന്നെയാണ് magnesium 3Mg plus N2 gives Mg3N2. Magnesium react with nitrogen to form magnesium nitrate. So the first important chemical property ഞാൻ പറഞ്ഞു, nitrogen is quite inert. Why nitrogen is quite inert? Because a nitrogen molecules, 2 nitrogen atoms are in a triple bond between them. But drastic condition they highly react to the metal to form the respective nitride. Example, lithium react with nitrogen to form lithium nitride. Magnesium react with nitrogen to form magnesium nitride. Also, it reacts with a compound like calcium carbide, CaC2. The calcium carbide was very important reaction. Calcium carbide react with nitrogen at a high temperature to form calcium cyanamide and carbon. So, calcium carbide react with nitrogen to form the mixture of calcium cyanamide and carbon. The mixture of calcium cyanamide and carbon is commonly known as nitroline. ആ കാൽഷ്യം സയനാമിഡിൻ്റെയും കാർബണിൻ്റെയും മിക്സറിനെ നാം വിളിക്കുന്ന പേരാണ് നൈട്രോലിൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 3 റിയാക്ഷൻ പഠിച്ചു. ലിഥിയം റിയാക്ട് വിത്ത് നൈട്രജൻ ടു ഫോം ലിഥിയം നൈട്രൈഡ്. മഗ്നീഷ്യം റിയാക്ട് വിത്ത് നൈട്രജൻ ടു ഫോം മഗ്നീഷ്യം നൈട്രൈഡ്. ആ ഇക്വേഷൻ ഓർമ്മ വേണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് പറഞ്ഞു, ഇറ്റ് റിയാക്ട് വിത്ത് എ കോമ്പൗണ്ട് ലൈക്ക് കാൽഷ്യം കാർബൈഡ്. ഇറ്റ് റിയാക്ട് വിത്ത് കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകുന്നു? കാൽഷ്യം സയനാമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കി മാറ്റുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ മിക്സർ ഓഫ് കാൽഷ്യം സയനാമൈഡ് ആൻഡ് കാർബൺ ഈസ് നോൺ ആസ് നൈട്രോലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ,
അതേപോലെ തന്നെയാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. സോ നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ വി ഗെറ്റ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഈസ് കാൾഡ്, നമ്മൾ ഡീറ്റെയിൽ പഠിക്കും, അമോണിയ. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഫ്രിറ്റ്സ് ഹെയ്ബർ. അതായത് N2+3H2 റിവേഴ്സിബിൾ ഗീസ് 2NH3. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നൈട്രജൻ റിയാക്ട് വിത്ത്, ഇവിടെ നമ്മളൊന്ന് പറഞ്ഞു പോകണേ ഉള്ളൂ, ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടികൾ പറയുമ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ at low temperature and high pressure at the presence of catalyst. We get a most important product is obtained there called ammonia. It will be first prepared by Fritz Haber. So this process is known as Haber process in the Pellariaprana. Also nitrogen react with oxygen at high temperature. Nitrogen oxygen at high temperature ഏകദേശം 2000 Kelvin. നോക്കൂ, N2 plus O2 at high temperature at 2000 Kelvin. They are converted to nitric oxide ആയിട്ട് മാറ്റുന്നു, 2NO. So nitrogen react with hydrogen to form an ammonia. Nitrogen react with oxygen at high temperature to form the most important compound is called nitric oxide. These are the important chemical properties of nitrogen. Nitrogen uses it will be used for the manufacturing of ammonia, nitric acid, calcium cyanamide, etc. Ammonia, nitric acid, calcium cyanamide തുടങ്ങിയ പല കോമ്പൗണ്ടുകളുടെയും നിർമ്മാണത്തിന് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നുണ്ട്. Also it is used for the providing inert atmosphere in iron and steel industries. Iron and steel industries നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടോർട്ടിനകത്തുള്ള എയർ നീക്കം ചെയ്യാൻ, അതായത് അറ്റ്മോസ്ഫിയർ ഇനർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. അവിടെ എയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡായിട്ട് മാറും. അപ്പോൾ ഇനർട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രിക് ബൾബ് എക്സെട്ര. അപ്പോൾ പലതരത്തിലുള്ള യൂസസ് ഉള്ള ഒരു എലമെൻ്റാണ് നൈട്രജൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നൈട്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, നാം നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ. The industrially the main compound obtained from nitrogen is called ammonia. Ammonia is prepared in the laboratory by the reaction between ammonium chloride with sodium hydroxide. ലബോറട്ടറിയിൽ നമ്മൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അമോണിയം ക്ലോറൈഡ് NH4Cl സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ammonium chloride react with the sodium hydroxide, we get sodium chloride, water and ammonia. This is the laboratory method for the preparation of ammonia. Ammonia is manufactured by the reaction between ammonium chloride with the sodium hydroxide. Ammonium chloride react with the sodium hydroxide, we get sodium chloride, water and ammonia. But industrially it can be very important compound. The industrially it can be prepared by the most important process name is known as Haber process, Haber process. ഇൻഡസ്ട്രിയിലായിട്ട് നമ്മൾ അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ നമ്മൾ ഹേബർ പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറ്റ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ഫ്രിറ്റ്സ് ഹെയ്ബർ. ഫ്രിറ്റ്സ് ഹെയ്ബർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ വ്യാവസായികമായിട്ട് അമോണിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹേബർ പ്രോസസ് ആദ്യമായി കണ്ടെത്തിയത്. ദ റിയാക്ഷൻ ഈസ് N2+3H2 gives reversible gives 2NH3. Nitrogen react with hydrogen to produce ammonia. ഇവിടെ ഡെൽറ്റ ഹെച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, -46.1 kJ mol in base. That means that the reaction between nitrogen and hydrogen to form an ammonia, it is a reversible process. We know that. ഈ പ്രോസസ്സ് കുറേ സമയം കഴിയുമ്പോൾ ഇക്വിലിബ്രിയമിൽ എത്തിച്ചേരും. ആ ഇക്വിലിബ്രിയമിൽ എത്തുമ്പോഴേക്കും റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും
റേറ്റുകൾ ഈക്വലാകുമ്പോൾ റിയാക്ഷൻ, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന അമോണിയ ആയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അമോണിയയുടെ പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുതൽ ലഭിക്കുകയില്ല, വളരെ സ്ലോ ആകും ആ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുവാനുള്ള സാഹചര്യം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അതായത് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ അമോണിയ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടണം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അവിടെ കൂട്ടാൻ പറ്റില്ല. കാരണം ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഫോർവേഡ് എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ദ ഫസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടക്കില്ല. ഓപ്റ്റിമം ടെമ്പറേച്ചർ അബൌട്ട് 773 കെൽവിൻ ടെമ്പറേച്ചർ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടി വരും. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ഫേവറബിൾ. രണ്ടാമത്തത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഇവിടെ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് കൂട്ടാൻ നമുക്ക് നോക്കേണ്ടത് എപ്പോഴും ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആകുമ്പോഴേക്കും വോളിയങ്ങൾ തമ്മിൽ, അത് രണ്ടിൻ്റെ റിയാക്റ്റിൻ്റെ പ്രോഡക്റ്റിൻ്റെ വോളിയം നോക്കുക. വോളിയം കുറയുന്ന ഭാഗത്തേക്കുള്ള സ്പീഡായിരിക്കും പ്രഷർ കൂട്ടിയാൽ കൂടുക. ഇവിടെ റിയാക്റ്റൻ്റ് 1 വോളിയം നൈട്രജൻ, 3 വോളിയം ഹൈഡ്രജൻ, ടോട്ടൽ വോളിയം 4 ആണ്. ഇവിടെ എത്തിയപ്പോൾ പ്രോഡക്റ്റ് 2, അതായത് റിയാക്റ്റിൻ്റെ 4 വോളിയം ഉണ്ട്, പ്രോഡക്റ്റ് ആയിട്ട് പറയുമ്പോൾ 2. അപ്പോൾ റിയാക്റ്റിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറിയപ്പോൾ വോളിയം കുറഞ്ഞു. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയുന്ന ഭാഗത്തേക്കുള്ള സ്പീഡ് കൂടും. അതായത് ഇവിടെ പ്രഷർ കൂട്ടാം, കാരണം പ്രോഡക്റ്റ് ആയപ്പോൾ വോളിയം കുറഞ്ഞതുകൊണ്ട്. വോളിയം ഇവിടെ കൂടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രഷർ കൂട്ടാൻ പറ്റില്ല. ഇവിടെ റിയാക്റ്റിൻ്റെ 4 വോളിയം, പ്രോഡക്റ്റ് 2 വോളിയം. അതുകൊണ്ട് നമുക്ക് ഹൈ പ്രഷർ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏകദേശം എത്ര വരെ പ്രഷർ ഉപയോഗിക്കാം? 200 ATM വരെ പ്രഷർ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ കണ്ടീഷൻ ചോദിക്കും. ഒന്ന്, ലോ ടെമ്പറേച്ചർ, വൈ വി ക്യാൻ യൂസ് ദ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഓൺലി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് അമോണിയ, ബിക്കോസ് ഹിയർ ദ ഓപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ഓൺലി യൂസ്ഡ് ബിക്കോസ് temperature increases, forward reaction decreases, so optimum temperature will be used. Second, high pressure. Why we can use the high pressure? Because here the reactant is converted to product, the volume will be decreased, so high pressure can be used. തേർഡ്, നമ്മളിവിടെ ടെമ്പറേച്ചർ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മൂന്നാമത്തെ സാഹചര്യത്തിൽ ടെമ്പറേച്ചർ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്കിവിടെ കാറ്റലിസ്റ്റ്, അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ഉപയോഗിക്കാം, പ്രൊമോട്ടറായിട്ട് മോളിബ്ഡിനം ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ദ തേർഡ് കണ്ടീഷൻ ഈസ് കാറ്റലിസ്റ്റ് അയൺ ആൻഡ് പ്രൊമോട്ടർ മോളിബ്ഡിനം വിൽ ബി യൂസ്ഡ്. ദീസ് ആർ ദ ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ മാക്സിമം yield of ammonia. So ammonia is manufactured by Haber process. It was first discovered by Fritz Haber. Equation is N2 plus 3H2 reversible gives to NH3. The reaction is equilibrium and forward reaction is exothermic in nature. So what are the favorable conditions for the maximum yield of ammonia is? One, optimum temperature, that is 773 Kelvin. High temperature cannot be used. Second, high pressure, because the reactant is converted to product volume will be decreases, and catalyst iron with molybdenum promoter ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നു. ദീസ് ആർ ദ കണ്ടീഷനാണ് മനസ്സിലാക്കുക. അപ്പം ഇതിന് സാധാരണ ഫോക്കസിൽ നിന്ന് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കിതിൽ ഈ അമോണിയ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ നിന്ന് ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യനുകൾ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ജസ്റ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ്. അതായത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ അമോണിയ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് അമോണിയ, ഓക്കെ, അമോണിയയുടെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ആദ്യം നിങ്ങൾ ഫോക്കസിൽ വരുന്ന, കാരണം ഫോക്കസിൽ ഇല്ലാത്ത നോൺ ഫോക്കസും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, കാരണം അതിൽ നിന്നും ചോദിക്കും. ഇതിൽ പി ബ്ലോക്കിൽ അമോണിയയുടെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാനിത് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ഭാഗം നിർത്താം. രണ്ടാമത് അതേപോലെ തന്നെയാണ് അടുത്ത നൈട്രിക് ആസിഡിൻ്റെയും ഉണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ അമോണിയയുടെ നിർമ്മാണം ഇൻ ദ ലബോറട്ടറി, അതായിരിക്കില്ല ചോദിക്കുന്നത്, ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷനോ ആയിരിക്കും ചോദിക്കുക.
The ammonia is manufactured by, laboratory method. നമ്മൾ ആദ്യം പറഞ്ഞത് in the laboratory ammonia is prepared by the reaction between ammonium chloride and sodium hydroxide. But industrially it can be prepared by the process name is known as Haber process. The equation N2 plus 3H2 reverse to 2NH3. The forward reaction exothermic ആണ്. അപ്പം maximum favorable condition on the low temperature, that means the optimum temperature 773 Kelvin, and high pressure about 2200 atm, because high pressure can be used because the reactant is converted to product volume will be decreases. Third, catalyst ion with the molybdenum promoter will be used for the manufacturing of ammonia. These are the condition ആണ്. ഇത് നിങ്ങൾക്ക് ഫോക്കസിൽ ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അമോണിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അമോണിയ സെഗ്ലാറ്റൻ നൈട്രജൻ ആണ്. അറ്റോം നമ്പർ 7 ആണ് അല്ലേ. അപ്പോൾ 1s2 2s2 2p3 ആണ്. അങ്ങനെ വരുമ്പോൾ 1s-ൽ 2 ഇലക്ട്രോൺ, 2s-ൽ 2 ഇലക്ട്രോൺ അല്ലേ, 2s2 2p3 എന്നല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ സെഗ്ലാറ്റമായ നൈട്രജന് ചുറ്റുമായിട്ട് sp, ഒരു s 3 sp3 ഹൈബ്രിഡൈസേഷനാണ്. അങ്ങനെ വരുമ്പോൾ 3 ബോൺ പെയർ അല്ലേ, 3 ബോൺ പെയർ വരുമ്പോൾ 3 H വരുന്നു. ഒരു ലോൺ പെയർ ഉണ്ട്. ഇതാണ് ലോൺ പെയർ ഉണ്ട് എന്നല്ല. ഷേപ്പ് വിൽ ബി പിരമിഡൽ ഇൻ ഷേപ്പ്. സോ ആൻഡ് ദ ബോണ്ട് ആംഗിൾ ഈസ് 107 degree. In ammonia molecule is a pyramidal shape. This is due to sp3 hybridization. The nitrogen atom is surrounded by 3 bond pair and 1 lone pair. Due to the repulsion between bond pair and lone pair, the bond angle is reduced to 107 degree. Okay. നമുക്കറിയാവുന്ന കാര്യമാണ് അമോണിയ എന്ന് പറയുന്നത്. The most important properties of ammonia is one, the ammonia is a basic in nature. It is a Lewis base. നമുക്കറിയാം അമോണിയ എന്ന് പറയുന്ന ലൂയിസ് ബേസ് ആണ്. കാരണം അമോണിയ എന്ന് പറയുന്ന വസ്തു വാട്ടറുമായി ചേരുമ്പോഴേക്കും നോക്കൂ, NH3 പ്ലസ് H2O gives NH4 positive plus OH minus. So ammonia is a base. That means it reacts with an acid to produce salt. Salt ആയിട്ട് മാറുകയും ചെയ്യുന്നു. It acts as a Lewis base. So it reacts with Lewis acid to form a compound. Lewis ആസിഡുമായിട്ട് ചേർന്ന് അത് കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ. അമോണിയ എന്ന് പറയുന്ന വാതകം നമുക്കറിയാം. ഇത് ധാരാളം ഫെർട്ടിലൈസേഴ്സിൻ്റെ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് തുടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് നൈട്രിക് ആസിഡ്, അതേപോലെ സോഡിയം കാർബണേറ്റ്, ആൻഡ് ആൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലബോറട്ടറി റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഹൗസ് ഹോൾഡ് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാതകമാണ് അമോണിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ പ്രധാനപ്പെട്ട ഓക്സൈഡുകൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നൈട്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം വെറൈറ്റി ഓഫ് ഓക്സൈഡ്സ് വിത്ത് ഓക്സിഡേഷൻ നമ്പർ +1 to +5. നൈട്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ധാരാളം ഓക്സൈഡുകൾ 5 തരത്തിൽപ്പെട്ട ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു വിത്ത് ഓക്സിഡേഷൻ നമ്പർ +1 to +5. ദ ഫസ്റ്റ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഈസ് കാൾഡ് നൈട്രസ് ഓക്സൈഡ്, N2O. നൈട്രജന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സൈഡാണ് നൈട്രസ് ഓക്സൈഡ്. ഈ നൈട്രസ് ഓക്സൈഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ ഈസ് +1. നമുക്കറിയാം ഓക്സിജൻ -2 ആണ്. അപ്പം N2 +2 ആയിരിക്കും. അപ്പം N +1 ആണ് അല്ലേ. അപ്പോൾ N2O, the oxidation number of nitrogen is +1. It is also known as laughing gas, ചിരിപ്പിക്കുന്ന വാതകം.
ചലിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഒരു ഗ്യാസാണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് അമോണിയം നൈട്രേറ്റ് അമോണിയം നൈട്രേറ്റിനെ ഹീറ്റ് ചെയ്ത് NH4NO3 അല്ലേ. അമോണിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് they are converted to nitrous oxide and water N2O plus 2H2O. So nitrous oxide is prepared by heating ammonium nitrate. The ammonium nitrate on heating we get nitrous oxide and water will be formed. Their structure will be linear in structure. NO ഇതാണ് നൈട്രസ് ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ. NN ബോണ്ട് ലെങ്ത് 113 പൈക്കോമീറ്റർ ആണ്. NO ആണെങ്കിൽ 119 പൈക്കോമീറ്റർ ആണ്. നമ്മൾ നൈട്രജൻ്റെ ഓക്സൈഡുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഇസ് കാൾഡ് നൈട്രസ് ഓക്സൈഡ്. ഈ നൈട്രസ് ഓക്സൈഡ് നൈട്രജൻ എക്സിബിറ്റ് ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +1. It is prepared by reaction between the heating ammonium nitrate. The ammonium nitrate on heating we get nitrous oxide and water. Their structure will be linear NNO. കണ്ടോ N2O linear shape. NN bond length is 113 picometer and NO bond length is 119 picometer. The second oxide of nitrogen is called nitric oxide NO. നൈട്രജൻ്റെ രണ്ടാമത്തെ ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഓക്സിജൻ -2 ആണ് എപ്പോഴും. അപ്പോൾ N എത്രയായിരിക്കും? +2. അതായത് നൈട്രിക് ഓക്സൈഡിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഇറ്റ് വിൽ ബി പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ 3Cu. കോപ്പർ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ് 8HNO3. കോപ്പറിനെ നമ്മൾ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ 3CuNO3 ടാൽസ് കോപ്പർ നൈട്രേറ്റും ഒപ്പം തന്നെ 2NO plus 4H2O. നോക്കൂ. The second important oxides of nitrogen is called nitric oxide. In nitric oxide, nitrogen exhibits an oxidation state of +2. It will be prepared with a reaction between copper react with nitric acid to produce copper nitrate, nitric oxide and water. Also, the structure is similar to that of nitrous oxide. NO is a linear in shape and their NO bond length is 115 picometer. NO bond length 115 picometer ആണ് നൈട്രിക് ഓക്സൈഡിന് ഉള്ളത്. This is the second important compounds of oxides of nitrogen, nitric oxide. Okay. Third important oxides of nitrogen is called dinitrogen trioxide N2O3. In N2O3 oxygen 3 into oxygen നമുക്കറിയാം 3 into -2 -6 ആണ് ടോട്ടൽ ഓക്സിഡേഷൻ. അപ്പോൾ N2ൻ്റെ +6 വരണം. അപ്പം N എത്രയായിരിക്കും? +3 ആയിരിക്കുമല്ലോ. അപ്പോൾ N2O3യിൽ ഇവിടെ ഓക്സിഡേഷൻ +3 ആണ്. It will be prepared by cooling nitric oxide with nitrogen dioxide. നൈട്രിക് ഓക്സൈഡ് നമ്മൾ നൈട്രജൻ ഡയോക്സൈഡ് വെച്ച് കൂൾ ചെയ്താൽ NO + NO2 at 250 Kelvin. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായിട്ട് മാറുന്നു? NO NO2 അപ്പോൾ N2O3 നൈട്രജൻ ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ് എന്ന് പറയുന്ന നൈട്രജൻ്റെ ഓക്സൈഡ് കിട്ടുന്നു. ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ് ആണ്. നോക്കൂ, NO ഡൈനൈട്രജൻ 3 ഓക്സിജൻ ട്രൈ ഓക്സൈഡ്. ഇവിടെ ഒരു ഇതുണ്ട്. ദിസ് ഈസ് എ പ്ലാനർ ഷേപ്പ് ആണ്. ഇവയുടെ ബോണ്ട് 180 പൈക്കോമീറ്റർ ആണ്. ഇതിൻ്റെ ബോണ്ടാങ്ങൾ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. സോ ദിസ് ഈസ് ദ അനദർ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഡൈനൈട്രജൻ ട്രൈ ഓക്സൈഡ് N2O3. It will be prepared by cooling nitric oxide with nitrogen dioxide. അതായത് NO + NO2 gives N2O3. They are in planar shape. NN bond length is 180 picometer. NO bond angle is 130 degree. Is a planar shape ഉള്ള നൈട്രജൻ്റെ ഓക്സൈഡ് ആണ് ഡൈനൈട്രജൻ
trioxide. This is the third oxides of nitrogen. Next, fourth oxides of nitrogen. നൈട്രജൻ്റെ നാലാമത്തെ ഓക്സൈഡിലേക്ക് പോകുന്നു. നൈട്രജൻ ഡയോക്സൈഡ് NO2. ഈ നൈട്രജൻ ഡയോക്സൈഡിലെ ഓക്സിജൻ 2 × -2 -4 വരും. അപ്പം നൈട്രജൻ്റെ എത്രയാണ്? +4 അല്ലേ? സോ ഈ നൈട്രജൻ ഡയോക്സൈഡ് ദ ഓക്സിഡേഷൻ ഓഫ് നൈട്രജൻ ഈസ് +4 ആണ്. ഇറ്റ് വിൽ ബി പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ലെഡ് നൈട്രേറ്റ് 2PbNO3 twice. Lead nitrate on heating they are converted lead oxide to PbO plus 4NO2 plus 4. The fourth important oxides of nitrogen is called nitrogen dioxide. It can be prepared by heating lead nitrate. Lead nitrate on heating we get lead oxide, nitrogen dioxide and oxygen. Their shape will be എന്ന് പറഞ്ഞാൽ ബെൻഡ് ഓർ ബി ഷേപ്പാണ് NO2. പക്ഷേ ഇത് രണ്ട് NO2 ചേർന്ന് ഡൈമറൈസേഷൻ ചെയ്ത പ്ലാനർ ഷേപ്പിലാണ് കണ്ടുവരുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് എന്താണ്? ബെൻഡ് ഷേപ്പാണ്. 134 ഡിഗ്രിയാണ് ഇവിടെ ബോണ്ട് ആംഗിൾ. ബോണ്ട് ലെങ്ത് 129 പൈക്കോമീറ്റർ. NO ബോണ്ട് ലെങ്ത് 129 പൈക്കോമീറ്റർ. ONO ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 134 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യുന്നു. ബട്ട് NO2 ഒറ്റയ്ക്ക് നിൽക്കാറില്ല. മറ്റേ NO2മായി ചേർന്ന് പ്ലാനർ ഷേപ്പോട് കൂടി കാണപ്പെടുന്നു. ദിസ് ഈസ് ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഈസ് കാൾഡ് നൈട്രജൻ ഡൈഓക്സൈഡ്. Next, fifth oxides of nitrogen is called dinitrogen pentoxide N2O5. നൈട്രജൻ്റെ രണ്ടാമത്തെ ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് N2O5 ആണ്. ഓക്സിജൻ 5 × -2 -10. അപ്പോൾ N2 +10. അപ്പോൾ N എന്ന് പറയുന്നത് +5 ആയിരിക്കും അല്ലേ? അപ്പം നൈട്രജൻ പെൻറ്റോക്സൈഡ് നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. It will be prepared the reaction between nitric acid with 2HNO3 plus phosphorus pentoxide P2O5. നൈട്രിക് ആസിഡിനെ ഫോസ്ഫറസ് പെൻറ്റോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ N2O5 ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡിൻ്റെ കൂടെ നമുക്ക് 2HPO3 ഫോസ്ഫറസ് ആസിഡ് കിട്ടും. സോ it is prepared with the reaction between nitric acid with the phosphorus pentoxide. We get nitrogen pentoxide will be formed. It is also a planet shape ആണ് നമുക്കുള്ളത്. നോക്കൂ NO ഉണ്ട്. നോക്കൂ NO 2 4 5. ഇതാണ് ഇതിൻ്റെ പ്ലാനർ ഷേപ്പായിട്ടുള്ളത്. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 112 ഡിഗ്രിയാണ് ഇതിനുള്ളത്. ഈ ബോണ്ട് ലെങ്ത് 151 പൈക്കോമീറ്ററാണ്. ഇത് 134 നേരത്തെ ഉള്ള പോലെ 134 ഡിഗ്രിയാണ്. ഇത് 119 പൈക്കോമീറ്ററാണ്. So the fifth oxides of nitrogen is called nitrogen pentoxide. Nitrogen pentoxide is prepared by reaction between nitric acid and phosphorus pentoxide. We get nitrogen pentoxide is formed. These are the 5 oxides of nitrogen. So nitrogen react with oxygen to form variety of oxides with oxidation number +1 to +5. അതിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ആണെങ്കിൽ ലീനിയർ ഷേപ്പാണ്. മൂന്നാമത്തെ പ്ലാനർ. നാലാമത്തത് ബെൻഡ് ഓഫ് ബി ഷേപ്പായിട്ട് മാറുന്ന ആംഗുലർ ഷേപ്പ് വരുന്നു. ഫിഫ്ത്തിൻ്റെ പ്ലാനർ ഷേപ്പാണ്. ദീസ് ആർ ദ 5 ഓക്സൈഡ്സ് ഓഫ് എന്താണ് നൈട്രജൻ. നൈട്രജൻ്റെ 5 പ്രധാനപ്പെട്ട ഓക്സൈഡുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗമല്ല ഇത്. ഇനി അടുത്ത് വരുന്നത് ഫോക്കസ് ഏരിയയിൽ വരുന്ന അമോണിയ കഴിഞ്ഞാൽ അടുത്ത ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓക്സോ ആസിഡാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. The laboratory nitric acid is prepared by the reaction between sodium nitrate with sulfuric acid. നമുക്ക് ഇതിൻ്റെ ലബോറട്ടറി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സോഡിയം നൈട്രേറ്റിനെ
Sodium nitrate react with sulfuric acid, H2SO4 gives. We get a sodium bisulfate in a HSO3 plus, SO4 plus, HNO3. The most important oxo acid nitrogen is called nitric acid. ഈ നൈട്രിക് ആസിഡിന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അക്വാ ഫോർട്ടിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് സ്ട്രോങ് വാട്ടർ എന്ന അർത്ഥമുള്ള അക്വാ ഫോർട്ടിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് നൈട്രിക് ആസിഡ് ഇൻ ദ ലബോറട്ടറി. നൈട്രിക് ആസിഡ് ഈസ് മാനുഫാക്ചർഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ sodium nitrate with sulfuric acid. Sodium nitrate react with sulfuric acid to produce sodium bisulfate and nitric acid. But it will be very important oxo acid, so it can be manufactured by the process name is known as Ostwald process. ഇതാണ് നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുള്ളത്. വ്യാവസായികമായിട്ട് വൻതോതിൽ നാം നൈട്രിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഓസ്വാൾഡ് പ്രക്രിയ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ടു നൈട്രിക് ഓക്സൈഡ്. അമോണിയയെ ഓക്സിഡേഷൻ ചെയ്യണം. നോക്ക്, 4NH3 അമോണിയയെ നമ്മൾ ഓക്സിഡേഷൻ ചെയ്യണം, പ്ലസ് 5O2. അമോണിയ ഓൺ ഓക്സിഡേഷൻ ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ അവിടെ കാറ്റലിസ്റ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അവിടെ നമ്മൾ പ്ലാറ്റിനം റോഡിയം കാറ്റലിസ്റ്റ്, പ്ലാറ്റിനം റോഡിയം മെറ്റലിൻ്റെ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. 500 കെൽവിൻ വേണം, 9 ബാർ പ്രഷർ വേണം. അറ്റ് ദ ഡ്രാസ്റ്റിക് കണ്ടീഷൻ അമോണിയ കമ്പൈൻ വിത്ത് ഓക്സിഡേഷൻ ഓഫ് അമോണിയ ടു ഫോം 4NO എന്തായിട്ട് മാറുന്നത് നൈട്രിക് ഓക്സൈഡ് പ്ലസ് 6H2O. നൈട്രിക് ഓക്സൈഡും H2O ആയിട്ട് മാറുന്നു. ദ പ്രോസസ് ടു ബി എക്സോതെർമിക് ആണ്, അതായത് ഡെൽറ്റ Hന്റെ വാല്യൂ ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ എക്സോതെർമിക് ആണ്, അപ്പോൾ ഓപ്റ്റിമം ടെമ്പറേച്ചർ. പക്ഷേ നമ്മൾ പ്രഷർ കൂടുതൽ ഉപയോഗിച്ചു. 4, 5, 4, 9 ഇവിടെയാണെങ്കിൽ 4 മാത്രമേ ഗ്യാസ് ആയിട്ടുള്ള റിയാക്ടറിൻ്റെ അപ്പം ഹൈ പ്രഷർ ഉപയോഗിക്കാൻ പറ്റുന്നു. 500 കെൽവിൻ ടെമ്പറേച്ചർ ഓപ്റ്റിമം ടെമ്പറേച്ചർ. കാരണം ടെമ്പറേച്ചർ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഫോർവേഡ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക്, ദാറ്റ് മീൻസ് ഡെൽറ്റ H നെഗറ്റീവ്. പക്ഷേ റിയാക്ടൻറ്റിൻ്റെ ടോട്ടൽ വോളിയം 5, 4, 9 പ്രോഡക്റ്റിലെ ഗ്യാസസിൻ്റെ ടോട്ടൽ വോളിയം 4. അപ്പോൾ റിയാക്ടൻ്റ് പ്രോഡക്റ്റായിട്ട് മാറിയപ്പോൾ വോളിയം കുറഞ്ഞത് കൊണ്ട് ഹൈ പ്രഷർ ഉപയോഗിക്കാം. അപ്പം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ഓക്സിഡേഷൻ അമോണിയ ടു നൈട്രിക് ഓക്സൈഡ് അറ്റ് ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ വി ഗെറ്റ് നൈട്രിക് ഓക്സൈഡ്. Then the nitric oxide combined with oxygen to form nitrogen dioxide. നോക്കൂ, ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2NO. ഇങ്ങനെ കിട്ടുന്ന നൈട്രിക് ഓക്സൈഡിനെ വീണ്ടും നമ്മൾ ഏതുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അത് എന്താക്കി മാറ്റുന്നു, നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറ്റുന്നു, 2NO2. The second step, further oxidation of nitric oxide to convert to nitrogen dioxide. അതായത് 2NO plus O2 gives 2NO2. തേർഡ് ആണ് നമ്മൾ ഫോർമേഷൻ ഓഫ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ കിട്ടുന്ന നൈട്രജൻ ഡയോക്സൈഡ് 3NO2 നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു, 2HNO3 പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നൈട്രിക് ഓക്സൈഡും കിട്ടും. This is the method for the preparation of nitric acid. The process name is known as Ostwald process. So these are the steps നമ്മളിവിടെ പറഞ്ഞ ഓർമ്മ വേണം. The first step എന്ന് പറയുന്നത് എന്താ, ammonia on oxidation at the presence of catalyst at optimum temperature and high pressure we get nitric oxide. The forward reaction is exothermic. Second step, that this nitric oxide further react with oxygen to form nitrogen dioxide. Then this nitrogen dioxide combined with water to form എന്താണ് നൈട്രിക് ആസിഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ദിസ് ഈസ് എ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ്. ഇതാണ് നമ്മൾ നൈട്രിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ദിസ് മെത്തേഡ് ഇസ് കാൾഡ്, ദിസ് പ്രോസസ് നെയിം ഈസ് നോൺ ആസ് ഓസ്വാൾഡ് പ്രോസസ്. ഇത് നമുക്ക് ഫോക്കസ് ഏരിയയിലുണ്ട്. ഈ 3 ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടി വരും. ഓക്കെ,
അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓക്സോ ആസിഡാണ് നൈട്രിക് ആസിഡ്. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം നോക്കൂ. നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് ശരിയാണ്. നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. പ്ലാനറ്റ് ഷേപ്പാണ് നൈട്രിക് ആസിഡ്. ഇതിൻ്റെ ബോണ്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ 102 ഡിഗ്രിയാണ്. ഈ ബോണ്ടാങ്കിൾ എന്ന് പറയുമ്പോഴേക്കും അത് 130 ഡിഗ്രിയാണ്. ഒപ്പം തന്നെയാണ് ഇത് 140.6 പൈക്കോമീറ്ററാണ്. ഇത് 96 പൈക്കോമീറ്ററാണ്. OH ബോണ്ട് 96, ON ബോണ്ട് എന്ന് പറയുന്നത് 140.6, HON ബോണ്ടാങ്കിൾ 102 ഡിഗ്രി, ONO ബോണ്ടാങ്കിൾ 130 ഡിഗ്രി. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് നൈട്രിക് ആസിഡ്. ചിലപ്പോൾ ചോദിച്ചാലോ. നമ്മളിപ്പോൾ നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന അക്വാപോർട്ടിക്സ് എന്ന് പറയുന്ന നൈട്രജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസിഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ളത് കളർലെസ് ലിക്വിഡ്സ് ആണ്. ഇംപ്യുവർ ആയിട്ടുള്ള, അതായത് നൈട്രിക് ഓക്സൈഡ് അതിനകത്ത് നൈട്രജൻ ഡയോക്സൈഡ് അല്പം ഡിസോൾവ് ചെയ്തിരുന്നാൽ അതിൻ്റെ കളറ് യെല്ലോ കളറിൽ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രിക് ആസിഡ് ഇറ്റ് ഈസ് എ അസിഡിക് ഇൻ നേച്ചർ. നൈട്രിക് ആസിഡിന് അസിഡിക് നേച്ചർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം നൈട്രിക് ആസിഡ് ഈസ് എ മോണോബേസിക് ആസിഡ്. ബിക്കോസ് why they are called a monobasic acid? So it react with base to produce one type of salt called nitrate. അത് ബേസുകളുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സാൾട്ട് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോണോബേസിക് ആസിഡ്. The most important properties of nitric acid is they act as an oxidizing agent, strong oxidizing agent ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. The most important properties of nitric acid is it acts as a strong oxidizing agent. ഉദാഹരണം, concentrated nitric acid 2HNO3. Concentrated nitric acid react നോക്ക്, it oxidizes. Concentrated nitric acid ഡീകോമ്പോസ് ചെയ്താൽ എന്തായിട്ട് മാറുന്നു? 2NO2 നൈട്രജൻ ഡയോക്സൈഡും പ്ലസ് വാട്ടറും ഒപ്പം തന്നെയാണ് നേസൻ്റ് ഓക്സിജനും കിട്ടുന്നു. അതേപോലെ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിൽ 2HNO3. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. 2HNO3 ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, ഇത് ഡൈലൂട്ടാണ്. ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അത് റിഡ്യൂസ് ചെയ്ത് എന്തായിട്ടൊക്കെ മാറ്റപ്പെടുന്നു? നൈട്രിക് ഓക്സൈഡും പ്ലസ് H2O plus 3O nascent oxygen. നോക്കൂ, both concentrated and dilute nitric acid act as a strong oxidizing agent because in concentrated nitric acid react with any of the substance. നമ്മൾ ഇതിൻ്റെ കോമൺ ആയിട്ട് ഞാൻ ഇത് പറയണതേ ഉള്ളൂ, ബാക്കി കാര്യം എക്സാം നമ്മൾ പഠിച്ചോളണം. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ടാണ് ഒരു മെറ്റലോ അല്ലെങ്കിൽ നോൺ മെറ്റലോ റിയാക്ട് ചെയ്താൽ അത് നൈട്രജൻ റിഡ്യൂസ് ചെയ്ത് നൈട്രിക് ആസിഡ് റിഡ്യൂസ് ചെയ്ത് നൈട്രജൻ ഡയോക്സൈഡും വാട്ടറും നേസൻ്റ് ഓക്സിജനും. എന്നാൽ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിൽ അത് റിഡ്യൂസ് ചെയ്ത് നൈട്രിക് ഓക്സൈഡും വാട്ടറും നേസൻ്റ് ഓക്സിജനും ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഒരു തന്നിരിക്കുന്ന സാൾട്ട്. പിന്നെ സാൾട്ട് ഓഫ് നൈട്രജൻ ഇസ് കാൾഡ് നൈട്രേറ്റ്. ഹൗ കെൻ യു ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് നൈട്രേറ്റ്? നൈട്രേറ്റിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് നമുക്ക് എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ദ ടെസ്റ്റ് ഫോർ നൈട്രേറ്റ് വി ക്യാൻ യൂസ് ദ ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് when an unknown salt is added with freshly prepared ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഒരു അൺനോൺ സാൾട്ടിൻ്റെ കൂടെ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഷേക്ക് വെൽ ആൻഡ് ആഡ് ഓൺ ദ സൾഫ്യൂരിക് ആസിഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുത്താൽ എ ബ്രൗൺ റിങ് വിൽ ബി ഫോംഡ്. ദിസ് ഈസ് ദ ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്. നൈട്രേറ്റ് ആണെങ്കിൽ അവിടെ ഒരു ബ്രൗൺ റിങ് ഉണ്ടാകുന്നു. ഈ ടെസ്റ്റിനെ നമ്മൾ
എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടും. സോ ഹൗ ക്യാൻ യു ഡിറ്റക്ട് നൈട്രേറ്റ്? The nitrate can be detected by when an unknown salt, equal volume of freshly unknown salt solution, then equal volume of freshly prepared ferrous sulfate and shake well. And added sulfuric acid, concentrated sulfuric acid on the side of the test tube. On the junction, a brown ring will be formed. It is the presence of nitrate. ഇതാണ് നമ്മൾ നൈട്രേറ്റിൻ്റെ തിരിച്ചറിയാനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. വെൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് ഡൈലൂട്ടഡ് നൈട്രിക് ആസിഡ് ആക്ട് ആസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് എന്തായിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പറയും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോപ്പർ പോലുള്ള മെറ്റലുകൾ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് ചേരുമ്പോഴേക്കും എന്ത് ചെയ്യും? നമുക്ക് കോപ്പർ വെച്ചെടുത്താൽ ഇങ്ങനെ പറയാം, കോപ്പർ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ് ടു പ്രൊഡ്യൂസ് കോപ്പർ നൈട്രേറ്റ്, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ അല്ലേ? കോപ്പർ നൈട്രേറ്റും നൈട്രജൻ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാകും. ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ആണെങ്കിലോ കോപ്പർ നൈട്രേറ്റ്, നൈട്രിക് ഓക്സൈഡ് ആൻഡ് വാട്ടർ വിൽ ബി ഫോംഡ്. ഓക്കെ, അതേപോലെ തന്നെയാണ് പിന്നെ സൾഫർ പോലുള്ള നോൺ മെറ്റലായിട്ടുമായിട്ട് എന്ത് ചെയ്താലും സൾഫർ നൈട്രേറ്റ് ആയിട്ട് മാറുകയും നൈട്രജൻ ഡയോക്സൈഡും വാട്ടറായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഇത്തരത്തിൽ ഏത് കോമ്പൗണ്ടുമായിട്ടും ഓക്സിഡൈസ് ചെയ്യാനുള്ള കഴിവ് നൈട്രിക് ആസിഡ് ഉണ്ട്. സോ നൈട്രിക് ആസിഡ് ആക്ട്സ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇത്രയുമാണ് നമ്മൾ നൈട്രിക് ആസിഡിൻ്റെ യൂസസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് എക്സ്പ്ലോസീവ് ലൈക്ക് TNT പോലുള്ള സ്ഫോടക വസ്തുക്കൾ അല്ല ലബോറട്ടറിയിലെ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് സിൽവർ, ഈ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനുകൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് ഇവിടെ ഫോക്കസിലുള്ളതൊന്ന് അമോണിയയുടെ പ്രിപ്പറേഷൻ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. ഇതിലുള്ളത് നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ. വേണമെങ്കിൽ നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ചോദിക്കാം. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ചോദിക്കാം. ഇല്ലെങ്കിൽ നൈട്രേറ്റിനെ തിരിച്ചറിയാനുള്ള ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചോദിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഫോർ ദ മാനുഫാക്ചറിങ് ആൻഡ് നൈട്രിക് ആസിഡ് ബൈ ഓസ്വാൾഡ് പ്രോസസ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഫോർ ദ മാനുഫാക്ചറിങ് അമോണിയ ബൈ ഹാപ്പർ പ്രോസസ്. ഇത്തരമാണ് നൈട്രജൻ്റെ കോമ്പൗണ്ടുകളെ കുറിച്ച് ഒരു പരിധിവരെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ചർച്ച ചെയ്ത്. വലിയ പാഠമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. നമുക്ക് ഫോസ്ഫറസിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.